നമ്മളെല്ലാവരും വളർന്ന കഥയാണിത്. എന്നാൽ അടുത്തിടെ കഥയിലേക്ക് 2 കൂട്ടിച്ചേർക്കലുകൾ നിർദ്ദേശിക്കപ്പെട്ടു. കൂട്ടിച്ചേർക്കൽ 1. ആമയെ പരാജയപ്പെടുത്തിയ ശേഷം മുയൽ ആത്മാന്വേഷണം നടത്തി. തുടക്കത്തിൽ താൻ കഠിനമായി ശ്രമിച്ചെങ്കിലും താൻ സ്ഥിരത പുലർത്തുന്നില്ലെന്നും അമിത ആത്മവിശ്വാസം വളർത്തിയെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തന്റെ തെറ്റുകൾ തിരുത്താൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്യുകയും മറ്റൊരു ഓട്ടത്തിനായി ആമയെ ക്ഷണിക്കുകയും ചെയ്തു. ഇത്തവണ മുയൽ മുഴുവൻ ദൂരവും ഓടാൻ ശ്രദ്ധാലുവായിരുന്നു. തീർച്ചയായും വിജയിയായി. ധാർമ്മികം. വേഗതയും സ്ഥിരതയും മന്ദഗതിയിലും സ്ഥിരതയിലും ഉള്ളതിനേക്കാൾ മികച്ചതായിരിക്കാം. കൂട്ടിച്ചേർക്കൽ 2. ശരി. 2ാം ഓട്ടത്തിൽ പരാജിതനായ ഉയർന്നു വന്ന ശേഷം ആമ ദീർഘനേരം കഠിനമായി ചിന്തിച്ചു. ഏത് പരമ്പരാഗത ഭൂപ്രദേശത്തും താൻ വേഗത്തിലും സ്ഥിരതയോടും പ്രവർത്തിച്ചാൽ മുയൽ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനാൽ ഓട്ടത്തിനായി പരമ്പരാഗത ഭൂപ്രദേശത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. പിന്നെ അദ്ദേഹം മുയലിനെ മറ്റൊരു ഓട്ടത്തിന് ക്ഷണിച്ചു. ഇത്തവണ ആമ തന്റെ തലയിൽ നിന്ന് പുറത്താണെന്ന് കരുതി മുയൽ ഉറക്കെ ചിരിച്ചു. എന്നാൽ മറ്റൊരു മത്സരം വേണമെന്ന് ഭൂപ്രദേശം ആമ തീരുമാനിക്കുമെന്ന് ആമ നിർബന്ധിച്ചു. മുയൽ ഈ ആശയം അംഗീകരിച്ചു. ഓട്ടം തുടങ്ങി. മുയൽ മുന്നിലേക്ക് നീങ്ങുകയായിരുന്നു. ആമ വളരെ പിന്നിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. ഓട്ടത്തിന്റെ പാതി വഴിയിൽ അവർ ഒരു നദി കണ്ടു. എങ്ങനെ പുഴ മറിച്ചു കടക്കണം എന്നറിയാതെ മുയൽ നദിയുടെ തീരത്ത് നിന്നു. അതേസമയം ആമ സാവധാനം നദിയോട് അടുത്തെത്തി. വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്തി മറുകരയിൽ കയറി. അവസാന കുറച്ച് കിലോമീറ്ററുകൾ ഓടി. ഓട്ടത്തിൽ വിജയിച്ചു. ധാർമ്മികത. നിങ്ങളുടെ കഴിവുകൾ തുല്യമാകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവിക നേട്ടം നൽകുന്ന ഒരു കളിസ്ഥലം തിരഞ്ഞെടുക്കുക.